ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 7 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 8-ാമത്തെ ശ്ലോകം നോക്കാം. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യാസി മയ്യേവ അധൂർധ്വം ന സംശയഃ. മയി ഏവ എന്നിൽ തന്നെ, മന ആധത്സ്വ മനസ്സുറപ്പിക്കുക, മയി എന്നിൽ, ബുദ്ധിം നിവേശയ ബുദ്ധിയും ഉറപ്പിക്കുക, അധഃ ഊർധ്വം അതിനുശേഷം, അതിനുമേൽ, മയി ഏവ നിവസിഷ്യസി നീ എന്നിൽ തന്നെ വസിക്കുക. അങ്ങനെ നീ വസിക്കും, സംശയമില്ല. എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക, എന്നിൽ ബുദ്ധി ഉറപ്പിക്കുക. അതായത് മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിക്കുക. അതിനുശേഷം നീ, അഥവാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ എന്നിൽ തന്നെ വസിക്കും. അതായത് നീ എന്നോട് തന്നെ ചേരും, സംശയമില്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. എന്നിൽ തന്നെ മനസ്സും ബുദ്ധിയും ഉറപ്പിക്കുക. ശേഷം നീ എല്ലായ്പ്പോഴും എൻ്റെ ഒപ്പമുണ്ടാകും, എന്നിൽ തന്നെ വസിക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട. എന്നിൽ തന്നെ മനസ്സും ബുദ്ധിയും ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏകാഗ്രചിത്തമായിരിക്കുക. അനന്യശ്ചിന്തയന്തോ മാം എന്ന് പറഞ്ഞിട്ടില്ലേ? അനന്യമായ ചിന്തയോടെ, മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഭഗവാനിൽ മനസ്സും ബുദ്ധിയും ഉറപ്പിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ ചെയ്താൽ നീ എന്നും എന്നോടൊപ്പം തന്നെ വസിക്കും. ഭഗവത് സേവനത്തിൽ ഭക്തിപൂർവം മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് നിരന്തരം ഭഗവാനുമായി സമ്പർക്കത്തിൽ മുഴുകുവാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഭക്തൻ ഭഗവാന് പ്രിയമുള്ളവനാണ്. അയാൾ ഭഗവത് പ്രീതിക്ക് പാത്രീഭൂതനാകും. ഭഗവാൻ ഒരു കാലത്തും തൻ്റെ ഭക്തനെ കൈവിടില്ല. അതിൽ എന്നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും ഒരു നാശമുണ്ടാവുകയില്ല, മോശമായ അവസ്ഥയിൽ പോവുകയില്ല എന്ന് ഭഗവാൻ ഉറപ്പ് പറയുകയാണ്. അപ്പോൾ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് വിടുവിച്ച് ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്തുവാൻ സാധിച്ചാൽ നാം ഭഗവാനിൽ തന്നെ ചെന്നു ചേരും. അതിനായി മനസ്സിനെ ഏകാഗ്രമാക്കി വച്ചുകൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെടണം. ഭഗവാൻ അത് വാക്ക് തരികയാണ്. അപ്രകാരം നീ ചെയ്താൽ നീ എന്നോടൊപ്പമുണ്ടാകും, അഥവാ ഞാൻ നിന്നോടൊപ്പമുണ്ടാകും സദാസമയവും എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.